വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണേ. അവൻ ഇതുവരെ എണീറ്റിട്ടില്ല. രാവിലെ 10 മണിയായി. നല്ല ഉറക്കമാണ്. വീഡിയോ കാണുന്നവരെല്ലാം ഫുൾ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഇവിടെ എല്ലാം ബിരിയാണിയാണ് കേട്ടോ, സദ്യയൊന്നുമല്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് സഹായിച്ച് എല്ലാം ചെയ്തിട്ടാണ്. അവൾ ഉറക്കപ്പായിനെ എണീറ്റ് വന്നിരിക്കുവാണ്. അതാണ് അവൻ കളിയാക്കണത്. എന്നിട്ട് എല്ലാം ചെയ്തൊക്കെ വെച്ച് റെഡിയാക്കി വെച്ച് ചിക്കനൊക്കെ റെഡിയാക്കി കഴുകി എല്ലാം മലക്കറിയെല്ലാം അരിഞ്ഞ് എല്ലാം ഒക്കെ ആക്കി വെച്ച് കൊടുത്താലും ലാസ്റ്റ് ക്രെഡിറ്റ് മൊത്തം അവനങ്ങ് കൊണ്ടുപോകും കേട്ടോ. എന്നാലും ഒരു സന്തോഷമല്ലേ ഇത്. Few minutes later. അവൻ എന്താ എണീറ്റ് വന്ന് നോക്കുമ്പോൾ ഇതെന്താ കഥ എന്ന് പറഞ്ഞാൽ നോക്കണത്. മൂടൊന്നും ഓക്കെയല്ല. അവളെ വിളിച്ചിട്ടൊന്നും നിൽക്കുന്ന ഒന്നുമില്ല. ഒരു വാശി പിടിച്ച ഒരു പ്രതീതിയാണ്. എന്നിട്ട് നേരെ ടി വി കാണാൻ പോവുകയാണ്. മൂഡ് ശരിയല്ലെങ്കിൽ നേരെ ടി വി ആണെന്നാണ്. പിന്നെ അവൾ മൂഡൊക്കെ വെക്കാൻ വേണ്ടി ടി വി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ഇതെന്ന് വെച്ചാൽ കേക്കാണല്ലോ മുഖ്യം. ബിഗിലെ മെയിനായിട്ട് ബർത്ത്ഡേക്ക്. അപ്പോൾ കേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അത് ഞാൻ ഒരുങ്ങുന്നതിനെ കളയിക്കൊണ്ടിരിക്കുക. തൊട്ടടുത്ത ഷോപ്പാണ്. എന്തിനാ ഇത്ര ഒരുക്കം എന്ന് ചോദിച്ചിട്ട്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഷോപ്പ്. ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയത്, ബൈ വൺ ഗെറ്റ് വൺ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നും കൂടെ നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ പോയാൽ ഓർഡർ ചെയ്തത്. പിന്നെ വീട്ടിൽ വന്നിട്ട് ബിരിയാണിയുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയി ഇങ്ങനെ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് ശേഷമാണേ എല്ലാം റെഡിയാക്കി വെച്ച് അങ്ങനെ. പിന്നെ അവനാണെങ്കിൽ അപ്പോഴും ടി വിയുടെ മുമ്പേ ആയിരുന്നു. അവന് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ലല്ലോ, കുഞ്ഞല്ലേ. അപ്പോൾ അവൻ ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തിനിടയ്ക്ക് നമ്മൾ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഒരുവിധം ഒതുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേക്കും ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി ആൾ വന്ന് ഫുള്ളായിട്ട് ഞാനാണെല്ലാം ചെയ്യുന്ന രീതിയിൽ പട ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണേ. ഞാനാണെല്ലാം ചെയ്യുന്നത്, എനിക്ക് ഇതറിയുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ ഔട്ടാക്കിയിട്ട് അങ്ങനെ ബിരിയാണി പ്രിപ്പറേഷൻസാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മോൻ ഓക്കെ ആയി. കുളിച്ചിട്ടൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ആൾ ഓക്കെ ആയി. പിന്നെ കളി ചിരി ചേച്ചിയുടെ കൂടെയുള്ള അഭ്യാസങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അപ്പോഴത്തേക്കും എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ ഡേ ആയതുകൊണ്ട് തന്നെ അമ്മമ്മയെ കാണുമ്പോൾ ഇത് കൂടെ എല്ലാ മക്കളെയും പോലെ കുറച്ച് ബഹളക്കാരനാണ്. അങ്ങനെ ബഹളവും കാണിച്ച് നടന്ന് പിന്നെ അച്ഛന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പുറത്ത് വിളിച്ചുകൊണ്ട് പോയി. റോഡിൽ നിന്ന് കുറേ നേരമൊക്കെ കളിച്ച് എടുത്ത് തളർന്ന് വന്നപ്പോഴത്തേക്കും നമ്മൾ കിച്ചണകത്ത് ബിരിയാണിയൊക്കെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി ഫുഡ് കഴിക്കാനുള്ള എല്ലാം ഓക്കെ ആക്കി. കാരണം എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്യണം. അതുകൊണ്ട് കുറച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ പോയി കേക്ക് റെഡിയായെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയി കേക്കൊക്കെ എടുത്ത് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലോട്ടാണേ. വീട്ടിൽ പോയപ്പോഴത്തേക്കും മോനെ എല്ലാം നല്ല റെഡിയാക്കി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ഡെക്കറേഷൻസിനായിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബലൂൺ മാത്രം കുറച്ച് പെരുക്കാൻ പറ്റുള്ളൂ. സമയപരിമിതി കാരണം ഒന്നും അങ്ങനെ സ്റ്റിക്ക് ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ കണക്ക് എല്ലാം ശരിയാക്കി. കേക്ക് പെട്ടെന്ന് മുറിക്കേണ്ടതുണ്ടായിരുന്നു, കാരണം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് അപ്പോഴേക്കും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെ പ്രസൻസിൽ എല്ലാവരുമായിട്ട് മോൻ കേക്ക് എടുത്തപ്പോഴേ തുടങ്ങി ബഹളം. അപ്പം നോക്കിയപ്പോഴത്തേക്കാണ് കേക്കിൽ എന്നെ കാണാനില്ല. എന്നാലും കുഴപ്പമില്ല, കിട്ടിയല്ലോ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനപ്പോഴത്തേക്കും മുറിക്കണം. അതിൻ്റെ ബഹളമാണ്. അവൻ്റെ സന്തോഷമാണല്ലോ നമുക്ക് വലുത്. അങ്ങനെ കേക്ക് എടുത്ത് വെച്ച് അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെയൊക്കെ അടുക്കുന്ന അപ്പം മുറിക്കാൻ വേണ്ടിയിട്ടുള്ള ബഹളമാണ് ഇത്. എന്നിട്ട് നേരെ കേക്ക് മുറിക്കാൻ പോവുകയാണ്. കുഞ്ഞു സന്തോഷം, അവൻ്റെ കുഞ്ഞു സന്തോഷമാണല്ലോ നമുക്ക് ലൈഫിൽ ഓർമ്മിക്കാനുള്ള കാര്യങ്ങൾ. അങ്ങനെ കേക്ക് മുറിക്കുവാണ്. ആളതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. വേറെ ആരും മുറിക്കേണ്ട, ഞാൻ മുറിച്ചോളാം. അങ്ങനെ അവൻ്റെ തേർഡ് ബർത്ത്ഡേ 3 വയസ്സിലോട്ട് കടക്കുകയാണ് എൻ്റെ കുഞ്ഞ്. എല്ലാവരുടെയും സപ്പോർട്ടും സന്തോഷവും. ഇതതിന് കുറച്ച് മുന്നേ ഉള്ള അവൻ്റെ ബഹളവും അവൻ്റെ ചടങ്ങുമാണ്. കരച്ചിൽ, ചുമ്മാ വാശി പിടിച്ച് കേക്ക് കൊടുക്കാനുള്ള കരച്ചിലാണ്. കേക്ക് അവന് മുറിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒരുവിധം സമാധാനിപ്പിച്ചിട്ടാണ് നമ്മൾ കേക്ക് മുറിക്കുന്നത്. പിന്നെ കുറച്ച് അമ്മമ്മയുടെ കൂടെ എല്ലാവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.